പ്രാവുകളുടെ തോഴൻ, കാരുണ്യത്തിന്റെ പ്രഭാഷകൻ, പഴയങ്ങാടിയിലെ PM ഷെരീഫ്. Welcome to Airborne College, an experience beyond your imagination. Airborne College of Aviation and Management Studies, Payyanur. ചില മനുഷ്യരുണ്ട്, അവരുടെ സാന്നിധ്യം കൊണ്ട് ചുറ്റുമുള്ള ലോകത്തെ പ്രകാശപൂരിതമാക്കുന്നവർ. അത്തരത്തിൽ ഒരാളാണ് പ്രഭാഷകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പഴയങ്ങാടി എരുപുരത്തെ PM ഷെരീഫ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലെത്തിയാൽ സ്നേഹത്തിൻ്റെ പറ്റാത്ത ഒരു കൗതുക കാഴ്ച കാണാം. എല്ലാ ദിവസവും ഷെരീഫിൻ്റെ വീടിൻ്റെ മുറ്റം നൂറുകണക്കിന് പ്രാവുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. തൻ്റെ പ്രിയപ്പെട്ട പ്രാവുകൾക്കായി സ്നേഹത്തോടെ തീറ്റയുമായി കാത്തിരിപ്പുണ്ടാകും. ആ കൈകളിൽ നിന്നും വിതറുന്ന തീറ്റകൾ ഭയഭേദമില്ലാതെ തീറ്റ കൊത്തിപ്പെറുക്കുന്ന പ്രാവുകളുടെ കാഴ്ച മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിൻ്റെ നേർക്കാഴ്ചയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ നൽകുന്നുണ്ട്. ഞാൻ വളരെ നേരത്തെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ പക്ഷികൾക്കുള്ള വെള്ളം വെക്കാറുണ്ട്. ധാരാളം പക്ഷികൾ വന്ന് വെള്ളം കുടിച്ച് പോകുന്നതും കാണാറുണ്ട്. പിന്നെ ഒരു 4-5 പ്രാവ് സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മേലെ. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പണി ഇട്ട് കൊടുത്തപ്പോൾ അവർ താഴെ വന്നു തിന്നാൻ തുടങ്ങി. പിന്നെ 2 ദിവസം വിട്ടു പോകുമ്പോൾ വർധനവ് തുടങ്ങി. പിന്നെ 10, 15, 20 പിന്നെ ഒരു 200ഓളം പ്രാവുകൾ വരാൻ തുടങ്ങി. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ പ്രതീക്ഷിച്ച് പുറത്തുണ്ടാവും. മാത്രമല്ല, ഞാൻ ഇറങ്ങാൻ ലേറ്റായാൽ അവർ ശബ്ദകോലങ്ങൾ ഉണ്ടാക്കും, നമ്മളെ ഈ ഊനാലിൻ്റെ മേലെല്ലാം കയറിയിട്ട്. അപ്പോൾ ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, അതാണൊരു പ്രത്യേകത. പിന്നെ അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇപ്പോൾ ഒരു 10-40 പ്രാവ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താലും അവർ ആക്രാന്തം കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരില്ല. അവരെല്ലാവരും എത്തുന്നവരെ അവർ കാത്തിരിക്കും. ഒരു സംഘബോധം എടുത്തു പറയേണ്ടത്. എല്ലാവരും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയാലേ അവർ താഴോട്ട് ഇറങ്ങും, കൂട്ടമായിട്ട് ഇറങ്ങി വരും. ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ നാട്ടിലില്ല. ഞാനും ഫാമിലിയും ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അവർ എന്നെ പ്രതീക്ഷിച്ചിട്ട് പതിവ് പോലെ രാവിലെ ഇവിടെ എത്തുന്നത്. പിന്നെ വീണ്ടും ഞാൻ തുടങ്ങി. ഇപ്പോൾ ഇനിയും പിന്നെ കുറേ ആളെ കാണുന്നില്ല. ഏതായാലും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് വർധനവ് കൂടും. ഇത് എവിടെ എത്തുമെന്ന് പറയാനില്ല, വർദ്ധിച്ച് വരും. ഏതായാലും ഇവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ളവരോട് നമുക്ക് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നമ്മളോടും കരുണ കാണിക്കും. അങ്ങനെയാണല്ലോ നമ്മളെപ്പോലെ മനുഷ്യരെപ്പോലെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയും ഈ മലയും ഈ കുന്നും ഈ പുഴയും ഈ കാടും ഈ വെള്ളവും വായുവും എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇവരോട് കരുണ കാണിക്കണം. വാൽമീകി മഹർഷിയുടെ ചരിത്രത്തിൽ നമ്മൾ കാണാം. വാൽമീകി മഹർഷി ശിഷ്യനുമൊത്ത് ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു വേടൻ മരക്കൊമ്പിലിരുന്ന് കൊക്കൊരുമ്പി സല്ലപിക്കുന്ന ഈ 2 ക്രൗഞ്ച പക്ഷികളെ, സ്നേഹം പങ്കുവെക്കുന്ന ക്രൗഞ്ച പക്ഷികളെ അമ്പെയ്ത് കൊല്ലാൻ അമ്പോങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ പെട്ടെന്ന് അമ്പയ്യൂ എന്നല്ല പറഞ്ഞത്, അതിനെ പെട്ടെന്ന് അമ്പയ്യോ, അത് പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണട്ടെ, അതിൻ്റെ രക്തത്തുള്ളികൾ കണ്ട് ഞാൻ ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. ചെയ്യരുത്, കൊല്ലരുത്, പാവമാണ്. മാനിഷാദ പ്രതിഷ്ഠാന്തമത ശാശ്വതി സമ എൽ ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. കാട്ടാളരുത്, ചെയ്യരുത്, കൊല്ലരുത്, പാവമാണ് എന്നാണ് പഠിപ്പിച്ചത്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ഒരു സംഭവം വായിക്കുന്നുണ്ട്. പ്രവാചകന് ഒരു കുട്ടി പോയി ഒരു സമ്മാനപ്പൊതി കൊടുക്കുന്നുണ്ട്. സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ആ പൊതി തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പ്രാക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ പ്രവാചകൻ കുട്ടിയോട് ചോദിച്ചു, ഇതിൻ്റെ തള്ളപ്രാവ് ഇവിടെ? അപ്പോൾ പറഞ്ഞു, തള്ളപ്രാവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും എടുക്കാൻ കഴിയില്ല, എന്നെ കൊത്തി ഓടിക്കുമായിരുന്നു. തള്ളപ്രാവ് എടിയോ എരതേടി പോയ സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ പ്രവാചകൻ പെട്ടെന്ന് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോൾ കുട്ടിക്ക് വിഷമമായി, എന്താ പ്രവാചകരെ, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, മോനെ, ഈ കുഞ്ഞു പ്രാവുകൾ തൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ നാടായ നാടുതോറും കാടായ കാടുതോറും തൻ്റെ തള്ളപ്രാവ് അലഞ്ഞു നടക്കുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും, സങ്കടപ്പെടുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് പ്രാക്കുഞ്ഞുങ്ങളെ ആ കൂട്ടിൽ കൊണ്ടുപോയി വെക്കണം, അതാണ് എനിക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഉപദേശിച്ച് വിടുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുന്നത് വാൽമീകി മഹർഷിമാർ, പ്രവാചകന്മാർ, സൂഫി വര്യന്മാർ, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങളോടും കരുണയും ദയയും ആർദ്രതയും ഒക്കെ പ്രകടിപ്പിക്കാനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ, എല്ലാ വീട്ടിലും വേസ്റ്റ് പാത്രങ്ങൾ ഉണ്ടാവില്ലേ? ഏത് വീട്ടിലാണ് ഇല്ലാത്തത്? അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അവർക്ക് പുറത്ത് വെച്ചാൽ ആ പക്ഷി
ളും എല്ലാം വന്നിട്ട് അത് കുടിച്ചിട്ട് പോകും. അതിന് വലിയ ആശ്വാസമല്ലേ. അതിന് നമുക്ക് എന്താ നഷ്ടമുള്ളത്? ഒരു മിനിറ്റ് ആവശ്യമില്ല ഒരു പാത്രം വെള്ളം വെക്കാൻ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാവുകളെ കൂടാതെ പിഞ്ചേഴ്സ് പക്ഷികളുടെ തുറന്ന കൂട്ടിൽ ദിവസവും 50ഓളം പക്ഷികൾ എത്തുന്നുണ്ട്. 2 മാസം ഗൾഫിൽ പോയി വന്നപ്പോഴാണ് ഈ കൂട്ടിൽ വിരുന്നെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ കഥയൊക്കെ ഷെരീഫ് തന്നെ പറയട്ടെ. പിന്നെ എൻ്റെ വീട്ടുമുറ്റത്ത് ഇവിടെ ഒരു കൗതുകകരമായ ഒരു പ്രതിഭാസം കൂടി നടക്കുന്നുണ്ട്. ഇത് 2 കൂടാണ്. ഈ കൂട്ടിൽ നേരത്തെ പക്ഷികളുണ്ടായിരുന്നു. പിഞ്ചേഴ്സ് പക്ഷി എന്ന് പറയുന്ന ചെറിയ പക്ഷിയാണ് ഈ കൂട്ടിലുണ്ടായിരുന്നത്. മറ്റേ കൂട്ടിൽ വേറൊരു പക്ഷിയും. അപ്പോൾ ഞാൻ 2 മാസം ഞാനും ഫാമിലിയും ഗൾഫിലേക്ക് പോകുന്നത് കൊണ്ട് പക്ഷികളൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടാണ് പോയത്. കാരണം ഇത് നോക്കാൻ ആൾ വേണമല്ലോ. പക്ഷേ ഈ പക്ഷികളില്ല സമയത്ത് ധാരാളം പക്ഷികൾ, ഈ ഇനത്തിൽപ്പെട്ട ധാരാളം പക്ഷികൾ ഇവിടെ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. ഈ നെറ്റ് പിടിച്ച് നിൽക്കും. ഉള്ളിലെ പക്ഷികൾ അവർക്ക് ഇര വായിലിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി താഴെ ഇര വെക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടം പക്ഷികൾ സ്ഥിരമായി ഇവിടെ വന്ന് സമയം ചെലവഴിച്ച് പോകാറുണ്ട്. എന്നാൽ ഞാൻ പക്ഷികളെ ഒഴിവാക്കി ഗൾഫിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും നേരത്തെ വന്ന ഒരു കൂട്ടം പക്ഷികൾ ഇവിടെ തന്നെ വന്ന് ക്യാമ്പ് ചെയ്തതായി ഞാൻ കണ്ടു. അവർക്ക് ഞാൻ പതിപോലെ താഴെ ഇര ഇട്ട് കൊടുക്കാൻ തുടങ്ങി. മഴ വന്നപ്പോൾ ഞാൻ ഒരു പരീക്ഷണം നടത്തിയാണ്. ഈ കൂട്ടിനകത്ത് ഞാൻ ഇരയും വെള്ളവും വെച്ചു കൊടുത്തു. ഞാൻ കൂട്ടിൽ അവർ കയറുന്നതിൽ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുമാറ് അവർ കൂട്ടമായി വന്നു ഈ കൂട്ടിൽ കയറുന്നു. ധാരാളം സമയം ചെലവഴിക്കുന്നു. പകൽ ഏതാണ്ട് സമയമെല്ലാം ഇതിനകത്ത് തന്നെയാണ് അവർ വരുന്നത്. വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും കാരുണ്യം നിറക്കുന്ന ആളാണ് PM ഷെരീഫ്. തൻ്റെ മനോഹരമായ വാക്കുകളാൽ ജനഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു മികച്ച പ്രഭാഷകനും അനൗൺസറും കൂടിയാണ് ഇദ്ദേഹം. കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഷെരീഫിൻ്റെ ജീവിതം. ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറുന്ന ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി 3 പതിറ്റാണ്ടായി മുൻപന്തിയിൽ ഉണ്ട്. KMCCയുടെ പ്രധാന പ്രവർത്തകനാണ്. കോവിഡ് കാലത്തും ഷെരീഫിൻ്റെ സേവനം നാട്ടുകാർക്ക് ഏറെ ലഭിച്ചിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും നന്മ കാത്തു സൂക്ഷിക്കുന്ന PM ഷെരീഫ് മനുഷ്യത്വത്തിൻ്റെ മനോഹരമായ പ്രതീകമാണ്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.